ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പം പൊതുവേ ഞാൻ ബ്രെഡും മിസ്ലിയാണ് കഴിക്കാറ്. അപ്പം ഇന്ന് മിസ്ലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്, ആദ്യം പാല് ഞാൻ തിളപ്പിച്ചിട്ട് അതിലോട്ട് ചിയാ സീഡ്സ് ഇട്ടിട്ട് തിളപ്പിക്കും. എന്നിട്ടാണ് ഞാൻ മിസ്ലി ഇട്ട് കഴിക്കാറ്. പിന്നെ കുറച്ച് ഇവിടെ ഉള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിടും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പം അതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം അതുണ്ടാക്കാം. അതെ, പാലിൽ ഞാൻ ചിയാ സീഡ് ഇട്ടിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇതാണ് ഞാൻ കഴിക്കുന്ന മിസ്ലി. ഓക്കെ, ഇത് ഞാൻ ഈ ബൗളിലോട്ട് ഇടാൻ പോവാണ് കേട്ടോ. എനിക്ക് ഞാൻ കുറച്ച് പഴം മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ സംഭവം ഇവിടെ ആവാറായി. അങ്ങനെ എൻ്റെ മിസ്ലി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി കഴിക്കാം. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ 2 ഡോഗ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കുള്ള ഫുഡ് റെഡിയാക്കി വെക്കുകയാണ്. കാരണം അവർക്ക് ഫുഡ് കൊടുക്കുക, അതായത് ഫുഡിന് മുന്നേ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്ത് വെക്കണം. അതിന് ശേഷം അതിനകത്ത് കുറച്ച് മീറ്റ് ഇട്ടിട്ടാണ് ഫുഡ് ഇവിടെ കൊടുക്കാറ്. അപ്പോൾ ഞാൻ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെടുത്തിട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്ത് വെക്കണം. എനിക്ക് തോന്നുന്നൊരു 1 hour വെക്കണം. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ തുണിയൊക്കെ കുറച്ച് വാഷ് ചെയ്യാനിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുമ്പം ഇവിടുത്തെ ഓവനകത്ത് വുഡൊക്കെ വെച്ചിട്ട് തീ കത്തിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പുറത്തിങ്ങനെ ഇവർ വെട്ടി, അതായത് വുഡൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോയി എടുക്കണം. പുറത്ത് നല്ല തണുപ്പായിരുന്നു കേട്ടോ സമയത്ത്. എന്നിട്ട് നമ്മൾ അത് പോയി എടുത്തിട്ട് അതിനകത്ത് വെക്കുക. എന്നിട്ട് വെക്കുമ്പോൾ അതിനകത്ത് വേറൊരു സാധനം വെക്കണം. എന്നിട്ട് അത് കത്തിക്കുമ്പോഴേ കത്തത്തുള്ളൂ. അപ്പോൾ അതിവർ കുറേ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2-3 എടുത്തിട്ട് പേപ്പർ പോലെ എന്തെങ്കിലും സാധനത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ പിരമിഡ് പോലെ ഈ വുഡ് വെക്കുക. എന്നിട്ടാണ് നമ്മൾ കത്തിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ കത്തിക്കോളും. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് നോക്കിയപ്പോൾ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. പുറത്ത് നല്ല തണുപ്പുണ്ടെങ്കിലും കുറച്ച് സണ്ണിയാണ്. അല്ലാത്ത ദിവസം ഭയങ്കര ഇരുണ്ട്, ഭയങ്കര ശോകമാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ എൻ്റെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പണിയുണ്ട് കിച്ചണിൽ. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ ബോട്ടിൽസൊക്കെ കഴുകാനുണ്ട്. ഇവിടെ 2 ബേബീസ് ഉണ്ട് കേട്ടോ. അപ്പം അവരുടെയാണ്. അപ്പം അത് കുറേ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ജർമ്മനിയിൽ ഇപ്പം ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള വർക്ക്സൊക്കെ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുകയായിരുന്നു. അത് ഇനിയിപ്പോൾ 2 ആൾ എണീറ്റ് വന്നു. ട്വിൻസാണ് ഇവർക്ക്.
അപ്പം ഞാൻ അങ്ങനെ എൻ്റെ കുറച്ച് ഡ്യൂട്ടീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് വാക്കിങ്ങിന് പോയിട്ട് ഡോഗ്സും പിന്നെ ബേബീസൊക്കെ ആയിട്ട് ചുമ്മാ വാക്കിങ്ങിന് പോയി. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, അതായത് ഡോഗ്സിൻ്റെ ഫുഡിൽ നമ്മൾ പുതിർത്തി വെച്ചിട്ട് നമ്മൾ മീറ്റ് കട്ട് ചെയ്തിടും. അപ്പം അതിൻ്റെ മീറ്റാണിത്. അപ്പം 2 ഡോഗ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ 2 പേർക്കും കൂടെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് 2 ബൗളിലാക്കിയിട്ട് അങ്ങനെ അവർക്ക് വെച്ച് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ടയേർഡായിട്ട് ഇരിക്കുകയാണ് അവിടെ. ഒരാളെ കാണുന്നില്ല. ഇവിടെ ട്വിൻസ് കൂടാതെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചു. അവൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ അത് വിരിച്ചിടാനായിട്ട് ഇവർക്ക് താഴെ ഒരു ബേസ്മെൻ്റ് ഉണ്ട്, അവിടെയാണ് വിരിച്ചിടുന്നത്. അപ്പോൾ ഞാൻ അവിടേക്ക് പോയി. പിന്നെ കുറച്ച് തുണികൾ മടക്കി വെച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് പോയിട്ടോ. പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പം ഞങ്ങളൊരു മൂവി കണ്ടു. മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ജർമ്മൻ എന്തോ ഒരു കാർട്ടൂൺ മൂവിയാണ്. അപ്പം ഞാനും കൂടെ ഇരുന്ന് കാണും, ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാമല്ലോ. അപ്പം അവൻ്റെ കൂടെ ഞാനും അതിരുന്ന് കണ്ടു കേട്ടോ. എല്ലാവരും കൂടെയാണ് കാണാറ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. പിന്നെ രാത്രിത്തെ ഫുഡെന്ന് പറയുമ്പം പിസയാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. ഇവർക്ക് ഇവിടെ ഇങ്ങനെ പിസ്സ കിട്ടും. നമ്മളിങ്ങനെ റെഡിമെയ്ഡായിട്ട് മേടിച്ചിട്ട് നമുക്ക് എത്ര മാസം വേണമെങ്കിലും ഫ്രീസറിനകത്ത് വെച്ചിരുന്നാൽ മതി. നമുക്ക് വേണ്ടപ്പോൾ അതെടുത്ത് കഴിക്കാം. അങ്ങനെയാണ് ഇവിടെ. നാട്ടിലങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി ഓവൻ ചൂടാക്കാൻ, അതായത് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അതിനകത്തോട്ട് വെക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ രാത്രിയത്തെ ഡിന്നർ. കാരണം ഇന്നിവിടെ എല്ലാവർക്കും വയ്യ. എല്ലാവർക്കും ഓരോരോ അസുഖങ്ങളാണ്. വിൻ്ററിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് തണുപ്പൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ അസുഖങ്ങളാണ് കേട്ടോ. അങ്ങനെ പിസയൊക്കെ റെഡിയായി, ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞപ്പം എൻ്റെ വേറെ കുറച്ച് ഡ്യൂട്ടീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ അവസാനത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഞാനിപ്പം കുറച്ച് നാളായിട്ട് വെയിറ്റ് ഗെയിനർ കഴിക്കുന്നുണ്ട്. കുറച്ച് വെയിറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ എല്ലാ ഫുഡും കഴിച്ചതിന് ശേഷം രാത്രിയാണ് അത് കഴിക്കാറ്. കാരണം അത് ആദ്യമേ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. സോ അതിന് ശേഷമാണ് ഞാനത് കഴിക്കുന്നത്. അപ്പം ഞാൻ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരെ റൂമിൽ പോകും. ഇങ്ങനെ ഒരു സ്പൂണ് ഇടും എൻ്റെ കൂടെ, അത്ര മതി. അടുത്ത പരിപാടി നമ്മൾ നല്ലപോലെ ഷെയ്ക്ക് ചെയ്യുക, എന്നാലും ഇത് മിക്സ് ആവുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ റൂമിലോട്ട് പോവാണ് കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫാക്കണം. 이거 baby hey good night. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. എല്ലാം വലിച്ചു വാരിയൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കി വെക്കണം. പിന്നെ എൻ്റെ ബെഡിലാണെങ്കിൽ ഞാൻ ഉണങ്ങിയ തുണിയൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. അതൊക്കെ ഇനി മടക്കി ഷെൽഫിലോട്ട് വെക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടേബിളിൽ കുറച്ച് ഒതുക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. പിന്നെ ഇത് ഞാനിവിടെ പോകുന്ന പള്ളിയിലെ ബുക്കാണ്. അത് സംബന്ധിച്ച് ഇവിടുത്തെ പള്ളിയിൽ സ്ഥിരമായിട്ടൊരു സ്ഥലത്തായിരിക്കില്ല പ്രാർത്ഥന ഉണ്ടാവുക. ഓരോ സ്ഥലത്തും ഓരോ സൺഡേയും ഓരോ സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ള ബുക്കാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബാത്റൂമിൽ പോയി, ലൈക്ക് പല്ല് തേക്കാൻ, ഫേസ് വാഷ്, അങ്ങനത്തെ കുറച്ച് പരിപാടികൾക്കൊക്കെ പോയി. പിന്നെ ഇവിടെ ബാത്റൂമിൽ മറ്റേ വെയിറ്റ് നോക്കുന്ന ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും നോക്കും.
വെയിറ്റ് കൂടിയോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ, റൂമിലോട്ട് ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. കുറേ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.